ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആട്ടോ പഠിക്കുന്നത്. ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായ മാറ്റങ്ങളുടെ രസതന്ത്രം എന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ. ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ കാണാത്തവർ അത് പോയി കാണണേ. ക്ലാസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാനൊക്കെ മറക്കുന്നവർ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കിട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ് മാറ്റങ്ങളുടെ രസതന്ത്രം. എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നോക്കാം. ആദ്യം തന്നെ കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ ഒരു ചിത്രത്തിലുള്ളത്? മെഴുകുതിരി കത്തുന്നത് കാണുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താണ്, ഒരു പടക്കം കത്തുന്നത് കാണുന്നുണ്ട്. പിന്നെ ഒരു വാഴക്കുല പഴുത്തു വരുന്നുണ്ട്. പിന്നെ എന്താണ് കാണുന്നത്? ഒരു ശില്പി കല്ല് കൊത്തി ശില്പം ഉണ്ടാക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതുപോലെ ഒരു അടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യുന്നതും കാണുന്നുണ്ട്. ഇവിടെ പദാർത്ഥങ്ങൾ പലതരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. കല്ലുകൊത്തി ശില്പമാക്കുന്നതും അതുപോലെ വാഴക്കുല പഴുക്കുന്നതും ഒരുപോലെയുള്ള മാറ്റങ്ങളാണോ? കല്ലുകൊത്തി ശില്പമാക്കുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു മാറ്റമാണ് അല്ലേ. മറ്റേതെന്താണ്? വാഴക്കുല പഴുക്കുന്നത് ഒരു പ്രകൃതിദത്തമായ മാറ്റമാണ്. നമ്മുടെ ചുറ്റും നോക്കിയാൽ ഇത്തരം പലതരം മാറ്റങ്ങൾ നമുക്ക് നിരീക്ഷിക്കാനാവും. ഇത്തരം മാറ്റങ്ങൾ ചിലപ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകാനും കാരണമാകും. നമ്മുടെ ചുറ്റുപാടും കാണുന്നതും പലവിധമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതുമായ ഈ പദാർത്ഥങ്ങളെല്ലാം ദ്രവ്യത്തിന്റെ വിവിധ രൂപങ്ങളാണ് അല്ലേ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. അപ്പൊ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. ഇനി ദ്രവ്യത്തിന്റെ പൊതു സവിശേഷതകൾ എന്തെല്ലാം നോക്കാം. ഇതിനായിട്ട് ഇവിടെ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. ജലനിരപ്പ് അടയാളപ്പെടുത്തിയ ഒരു ബീക്കറിലേക്ക് ഒരു കല്ല് നൂലിൽ കെട്ടി താഴ്ത്തുക. ജലനിരപ്പിന് എന്ത് മാറ്റം ഉണ്ടാകുന്നു? അപ്പോൾ ഇവിടെ 2 ബീക്കറാണുള്ളത്. ആദ്യത്തെ ബീക്കറിൽ ചെറിയ കല്ലാണ് ഇടുന്നത്, രണ്ടാമത്തെ ബീക്കറിൽ ഒരു വലിയ കല്ലും. അപ്പൊ ജലനിരപ്പിന് എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ജലനിരപ്പ് ഉയരൂലേ. അപ്പോൾ വലിയ കല്ലിട്ട ആ ഒരു ബീക്കറിലെ ജലനിരപ്പാണ് കൂടുതൽ ഉയരുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിന്റെ ഒരു സവിശേഷത. അപ്പോൾ ഒന്നാമത്തെ സവിശേഷത എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിന്റെ ഒരു സവിശേഷത. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് അതിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ദ്രവ്യത്തിന്റെ ഒന്നാമത്തെ സവിശേഷത എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിന്റെ ഒരു സവിശേഷത. അതായത് ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ എന്താണ്? അതിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഈ 2 കല്ലുകളെയും ഒരു ത്രാസിലിട്ട് തൂക്കി നോക്കിയാൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? വലിയ കല്ലായിരിക്കില്ലേ കൂടുതൽ ഭാരമുള്ളത്. അപ്പൊ ദ്രവ്യത്തിന് മാസ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ദ്രവ്യത്തിന്റെ രണ്ടാമത്തെ സവിശേഷത. അപ്പൊ ഒന്നാമത്തത് എന്തായിരുന്നു? ദ്രവ്യത്തിന് വ്യാപ്തമുണ്ട്. രണ്ടാമത്തത് ദ്രവ്യത്തിന് മാസ് ഉണ്ട്. ഇനി മാസ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ്. അപ്പം വായു ഒരു ദ്രവ്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ദ്രവ്യമാണ് അല്ലേ. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണല്ലേ. എന്നാൽ ഇത് മനസ്സിലാക്കാനായിട്ട് ഇനി ഇവിടെ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിലേതുപോലെ ഒരു ഗ്ലാസ്സിനുള്ളിൽ ഒരു ടവൽ ഉറപ്പിച്ച് വെച്ച ശേഷം ഗ്ലാസ് തലകീയായി പിടിച്ച് ബീക്കറിലെ ജലത്തിലേക്ക് താഴ്ത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? ഗ്ലാസ്സിനുള്ളിൽ ജലം കയറില്ലല്ലേ. കാരണം എന്താണ്? ഗ്ലാസ്സിനുള്ളിൽ നമ്മൾ ടവലിട്ട് അടിച്ചു വെച്ചപ്പോൾ അതിനുള്ളിൽ വായു നിറഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പൊ അതിനുള്ളിൽ ജലം കയറില്ല. അപ്പൊ ബീക്കറിലെ ജലനിരപ്പ് എന്ത് വ്യത്യാസം ഉണ്ടാവും? അത് ഉയരൂലേ. അപ്പൊ എന്താണ്? ജലനിരപ്പിലെ വ്യത്യാസം വായുവിന്റെ വ്യാപ്തത്തെയല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കില്ലേ. അല്ലെങ്കിൽ വായുവിന് വ്യാപ്തമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി വായുവിന് മാസ് ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് അടുത്തത് കൊടുത്തിട്ടുള്ളത്. അത് മനസ്സിലാക്കാനായി വായു നിറയ്ക്കാത്ത ഫുട്ബോളിന്റെ മാസും അതുപോലെ വായു നിറച്ച ഫുട്ബോളിന്റെ മാസും ഒന്നു തന്നെ ആയിരിക്കുമോ? ഒരു ഡിജിറ്റൽ ബാലൻസ് ഉപയോഗിച്ച് പരിശോധിക്കാനാണ് പറയുന്നത്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു വ്യത്യാസം മനസ്സിലാവൂലേ. വായു നിറച്ച ഫുട്ബോളിനായിരിക്കില്ലേ കൂടുതൽ മാസ് ഉണ്ടാവുക. അപ്പൊ വായുവിന് മാസ് ഉണ്ടെന്നും നമുക്ക് മനസ്സിലായി. അപ്പൊ വായുവിന് വ്യാപ്തമുണ്ട്, അതുപോലെ മാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം നമുക്ക്? വായു ഒരു ദ്രവ്യമാണെന്ന് പറയാല്ലേ. അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതിനെയും ദ്രവ്യം എന്ന് വിളിക്കുന്നു. അപ്പോൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതിനെയും ദ്രവ്യം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വായു ഒരു ദ്രവ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ദ്രവ്യം പ്രധാനമായിട്ടും 3 അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഏതൊക്കെ അവസ്ഥകളാണ്? ഖരം, ദ്രാവകം, വാതകം. ഈ 3 അവസ്ഥകളിലാണല്ലേ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇവിടെ സൈഡിൽ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ദ്രവ്യത്തിന് ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകൾ ഉണ്ടെന്ന് പഠിച്ചില്ലേ. എന്നാൽ ഇവ 3 മാത്രമല്ല ദ്രവ്യത്തിന്റെ അവസ്ഥകൾ. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയിലാണ് കേട്ടോ. നക്ഷത്രങ്ങളും
നെബുലകളുമെല്ലാം പ്ലാസ്മാവസ്ഥയിലാണുള്ളത്. ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചെന്നാണ് പ്ലാസ്മ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാസ്മാവസ്ഥയിലാണ് ദ്രവ്യം കാണപ്പെടുന്നത്. നക്ഷത്രങ്ങളും നെബുലകളും എല്ലാം പ്ലാസ്മാവസ്ഥയിലാണുള്ളത്. അപ്പം എന്താണ് പ്ലാസ്മാവസ്ഥ എന്ന് പറഞ്ഞാൽ ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചേർന്നാണ് എന്ത് പ്ലാസ്മ ഉണ്ടാകുന്നത്. അപ്പം എന്താണ് ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചേർന്നാണ് പ്ലാസ്മ ഉണ്ടാകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. എങ്ങനെയാണ് ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചേർന്നാണ് പ്ലാസ്മ ഉണ്ടാകുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്ലാസ്മാവസ്ഥയിലാണ് ദ്രവ്യം പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത് പഠിച്ചു. ഇനി കൂടാതെ വളരെ ഉയർന്നതും താഴ്ന്നതുമായ താപനിലകളിൽ മറ്റു പല അവസ്ഥകളും ദ്രവ്യത്തിനുള്ളതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പം 4 അവസ്ഥകൾ നമ്മൾ പറഞ്ഞില്ലേ. ഇതുകൂടാതെ വളരെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള താപനിലകളിൽ മറ്റു പല അവസ്ഥകളിലും ദ്രവ്യത്തിനുള്ളതായിട്ട് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അതുപോലെ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് പഠിച്ചത്? ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. അതുപോലെ തന്നെ എന്താണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണെന്ന് പഠിച്ചില്ലേ. പിന്നെന്താണ് നക്ഷത്രങ്ങളിലും നെബുലകളിലൊക്കെ എന്താണ് പ്ലാസ്മ അവസ്ഥയിലാണ് ദ്രവ്യം കാണപ്പെടുന്നത്. അതുപോലെ എന്താണ് ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചേർന്നാണ് പ്ലാസ്മ ഉണ്ടാകുന്നതെന്ന് പഠിച്ചില്ലേ. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുള്ളതാണ്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിശ്ചിത മാസ് ഉണ്ട്. അപ്പോൾ എന്തിനാണ് ഖരത്തിനും ദ്രാവകത്തിനും വാതകത്തിനും നിശ്ചിത മാസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ. അതുപോലെ എന്താണ് വ്യാപ്തവും ഉണ്ടല്ലേ. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിൽ എന്താണ് ദ്രവ്യത്തിന് വ്യാപ്തമുണ്ടെന്ന് പഠിച്ചു. അതുപോലെ തന്നെ നിശ്ചിത ആകൃതിയുണ്ട്. അപ്പം ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത ആകൃതി ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. എന്നാൽ ദ്രാവകങ്ങൾക്കോ അത് സ്ഥിതി ചെയ്യുന്ന കണ്ടെയ്നറിന്റെ ആകൃതിയിലാണല്ലേ ദ്രാവകങ്ങൾ ഉണ്ടാവുക. അതുപോലെ വാതകത്തിന് നിശ്ചിത ആകൃതി ഇല്ല എന്നും നമുക്കറിയാം. അപ്പോൾ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും മാസും വ്യാപ്തവും ഉണ്ട്. എന്നാൽ ആകൃതി ഖരത്തിന് മാത്രമാണ് നിശ്ചിത ആകൃതി ഉള്ളത് കേട്ടോ. ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ എന്താണ് അത് സ്ഥിതി ചെയ്യുന്ന കണ്ടെയ്നറിന്റെ ആകൃതിയാണ് എന്ത് ദ്രാവകത്തിനും വാതകത്തിലും ഉള്ളത്. അടുത്ത ഹെഡിങ് ആണ് മാറ്റങ്ങൾ പലതരം. ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ അല്പം മേഘ് ചൂടാക്കി നോക്കൂ. എന്ത് സംഭവിക്കുന്നു? മേഘ് ഉരുകൂലേ. അപ്പോൾ പാത്രത്തിൽ ഉണ്ടാകുന്ന ദ്രാവകത്തെ അല്പസമയം തണുപ്പിച്ചാൽ എന്ത് സംഭവിക്കും? തിരിച്ചെന്താണ് അത് മേഘ് ആദ്യത്തെ അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ മേഘിനെ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് ആക്കാനും പറ്റും. അതുപോലെ തന്നെ എന്താണ് ദ്രാവകാവസ്ഥയിൽ നിന്ന് തിരിച്ച് അത് ഖരാവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയൂലേ. എന്നാൽ ഒരു കഷ്ണം കടലാസ് കത്തിച്ച് ചാരമാക്കിയാൽ എന്താണ് സംഭവിക്കുക? ആ ചാരത്തെ പിന്നീട് നമുക്കൊരു കടലാസാക്കി മാറ്റാൻ കഴിയില്ലല്ലേ. ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. അടുത്ത ഹെഡിങ് ആണ് ഭൗതിക മാറ്റവും രാസമാറ്റവും. ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. കടലാസ് കത്തുന്നതും മേഘ് ഉരുകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മേഘ് ഉരുകുമ്പോൾ അതിന്റെ രാസ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അപ്പൊ കടലാസ് കത്തുമ്പോഴോ മേഘ് ഉരുകുന്നത് ഒരു ഭൗതിക മാറ്റവും കടലാസ് കത്തുന്നത് രാസമാറ്റവുമാണ്. അപ്പോൾ ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ എന്താണ് അതിൽ പദാർത്ഥങ്ങളിലെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായിട്ട് മാറുന്നുണ്ട്. അതായത് അവിടെ പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മേഘ് ഉരുകുന്നത് ഒരു എന്താണ് ഭൗതിക മാറ്റമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭൗതിക മാറ്റത്തിൽ പുതിയ തന്മാത്രകൾ ഉണ്ടാകുകയല്ല ചെയ്യുന്നത്. എന്താണ് അതിൽ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കടലാസ് കത്തിക്കുന്നത് ഒരു രാസമാറ്റം കേട്ടോ. അവിടെ എന്താണ് ഒരു പദാർത്ഥം പൂർണ്ണമായിട്ടും മറ്റൊരു പദാർത്ഥമായിട്ട് മാറാണ്. അവിടെ പുതിയ തന്മാത്രകൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡൗട്ടുള്ളവരൊന്ന് നോട്ട് ചെയ്തേക്കിട്ടോ. ഇനി ഒരു പാത്രത്തിൽ ഐസ് എടുത്ത് ചൂടാക്കുക. എന്ത് സംഭവിക്കും? ഐസ് ജലമായിട്ട് മാറും അല്ലേ. അപ്പോൾ ചൂടാക്കുന്നത് തുടർന്നാൽ എന്താണ് സംഭവിക്കുക? ജലം തിളച്ച് നീരാവി ഉണ്ടാകാൻ തുടങ്ങും. അപ്പം ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ പദാർത്ഥങ്ങളുടെ കണികാ ക്രമീകരണമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഓരോ അവസ്ഥയിലും കണികകൾ തമ്മിലുള്ള അകലവും അവ തമ്മിലുള്ള ആകർഷണ ബലം, കണികകളുടെ ചലന വേഗത, ഊർജം എന്നിവയെക്കുറിച്ചൊക്കെയാണ് ഇനി ഈ ഒരു ടേബിളിൽ ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. ഇനി കണികകൾ തമ്മിലുള്ള അകലമാണ് ഖരാവസ്ഥയിൽ വളരെ കുറവായിരിക്കും അല്ലേ. അതുപോലെ എന്താണ് ദ്രാവകാവസ്ഥയിൽ ഖരാവസ്ഥയെ അപേക്ഷിച്ച് എന്താണ് കുറച്ചുകൂടി കൂടുതലായിരിക്കും കണികകൾ തമ്മിലുള്ള അകലം. വാതകാവസ്ഥയിൽ എന്താണ് വളരെ കൂടുതലായിരിക്കും അല്ലേ. കണികകൾ തമ്മിലുള്ള അകലം വാതകാവസ്ഥയിൽ വളരെ കൂടുതലായിരിക്കും നമുക്കറിയാം. അതുപോലെ തന്നെ എന്താണ് കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം ഖരാവസ്ഥയിൽ വളരെ കൂടുതലായിരിക്കും. എന്നാൽ എന്താണ് ദ്രാവകാവസ്ഥയിൽ ഖരത്തെ അപേക്ഷിച്ച് കുറവായിരിക്കും. വാതകാവസ്ഥയിൽ വളരെ കുറവായിരിക്കും കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം.
ഇനി കണികകളുടെ ചലന വേഗത എന്തായിരിക്കും? ഖരാവസ്ഥയിൽ വളരെ കുറവായിരിക്കും അല്ലേ? ദ്രാവകാവസ്ഥയിൽ ഖരാവസ്ഥയെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതലായിരിക്കും. വാതകാവസ്ഥയിൽ വളരെ കൂടുതലായിരിക്കും കണികകളുടെ ചലനം ഉണ്ടാവുക. ഇനി കണികകളുടെ ഊർജ്ജം എങ്ങനെയായിരിക്കും? ഖരാവസ്ഥയിൽ എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ? ഇനി എന്താണ്? ദ്രാവകാവസ്ഥയിൽ ഖരത്തെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലുണ്ടാവും കണികകളുടെ ഊർജ്ജം. അതുപോലെ വാതകാവസ്ഥയിൽ വളരെ കൂടുതലായിരിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചാപ്റ്റേഴ്സിലും പഠിച്ചതാണ്. ഇനി ഖരവസ്തുവിനെ ചൂടാക്കുന്നു എന്ന് കരുതുക. കണികകൾ തമ്മിലുള്ള അകലത്തിനും കണികകളുടെ ഊർജ്ജത്തിനും എന്താണ് സംഭവിക്കുന്നത്? കണികകൾ തമ്മിലുള്ള അകലം കൂടുകയും അതുപോലെ കണികളുടെ ഊർജ്ജവും കൂടുകയാണല്ലേ ചെയ്യുന്നത്. അപ്പം എന്താണ്? ഇത് ക്രമേണ വർദ്ധിച്ച് ഇതെന്താ ദ്രാവകാവസ്ഥയിലേക്ക് എത്തുകയാണ് അല്ലേ? അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഖരം താപം ആഗിരണം ചെയ്ത് ദ്രാവകാവസ്ഥയിലെത്തുന്നു. പിന്നെ ദ്രാവകം താപം ആഗിരണം ചെയ്ത് വാതകാവസ്ഥയിലേക്ക് മാറുന്നു. ഇനി ഒരു വാതകത്തെ തണുപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക? അത് തിരിച്ച് ദ്രാവകമായിട്ട് മാറും അല്ലേ? താപം പുറത്ത് വിട്ടുങ്ങാനും ദ്രാവകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കണികകൾ തമ്മിലുള്ള അകലം കുറഞ്ഞിങ്ങാനും കണികകളുടെ ഊർജ്ജം കുറയുന്നു. പിന്നീട് വാതകം ക്രമേണ ദ്രാവകമായിട്ട് മാറുന്നുണ്ട്. പിന്നീട് ഈ ദ്രാവകത്തെ തണുപ്പിച്ചാൽ താപം പിന്നെയും പുറത്തു വിടുന്നു. പിന്നീട് ഖരാവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില പദാർത്ഥങ്ങൾ ചില ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായിട്ട് മാറുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കർപ്പൂരം, നാഫ്തലീൻ, അതായത് പാറ്റഗുളികൊക്കെ ഈ വസ്തുക്കളൊക്കെ ചൂടാക്കുമ്പം നേരിട്ട് വാതകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർപ്പൂരം, നാഫ്തലീൻ തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായിട്ട് മാറുന്നുണ്ട്. ഇതിനെയാണ് ഉത്പതനം എന്നറിയപ്പെടുന്നത് കേട്ടോ. സബ്ലിമേഷൻ എന്ന് പറയുന്നതിനാണ് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത് ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകമായിട്ട് മാറുന്നതിനെയാണ് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. ഒരവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെ അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നു. ഇനി ഈ ഒരു അവസ്ഥാ പരിവർത്തനം ഭൗതിക മാറ്റമാണോ അല്ലെങ്കിൽ രാസമാറ്റമാണോ എന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഭൗതിക മാറ്റം എന്താണെന്നായിരുന്നു പറഞ്ഞത്? പദാർത്ഥങ്ങളുടെ കണികകളുടെ ക്രമീകരണം മാറുന്നതിനാണ് അല്ലേ ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. എന്നാൽ രാസമാറ്റത്തിൽ എന്തായിരുന്നു? ഒരു പദാർത്ഥം പൂർണ്ണമായിട്ടും മറ്റൊരു പദാർത്ഥമായിട്ട് മാറുന്നതിനാണ് രാസമാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവസ്ഥാ പരിവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അതൊരു ഭൗതിക മാറ്റമാണ് അല്ലേ. ഇനി ഇവിടെ ഖരം, ദ്രാവകം, ഈ വാതകം, ഈ 3 അവസ്ഥകളും കൊടുത്തിട്ടുണ്ട്. ഖരം താപം ആഗിരണം ചെയ്തെങ്ങാനും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. പിന്നെ ദ്രാവകാവസ്ഥയിൽ നിന്ന് താപം പുറത്തുവിട്ട് ഖരാവസ്ഥയിലേക്ക് തന്നെ മാറുന്നുണ്ട്. അതുപോലെ തന്നെ ദ്രാവകം താപാഗിരണം ചെയ്ത് വാതകാവസ്ഥയിലേക്ക് മാറും. തിരിച്ചു അല്ലേ, താപം പുറത്തുവിട്ട് ദ്രാവകാവസ്ഥയിലേക്കും മാറുന്നുണ്ട്. അടുത്ത ഹെഡിങ് ആണ് രാസമാറ്റവും ഊർജ്ജം. നമുക്ക് പഠിക്കാനുള്ള 2 ടേംസ് ആണ് അഭികാരകങ്ങളും അതുപോലെ ഉൽപ്പന്നങ്ങളും. എന്താണ് അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്ടൻസ് എന്ന് പറയുന്നത്? ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളാണ് അഭികാരകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളാണ് അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്ടൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് പുതുതായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ, ഈ ഒരു രാസപ്രവർത്തന ഫലമായിട്ട് പുതുതായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് എന്നും അറിയപ്പെടുന്നത്. ഇനി ഇവിടെ താപരാസപ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. അതിനായിട്ട് ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു കഷ്ണം മെഗ്നീഷ്യം എടുത്ത് നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. എന്താണ് നിരീക്ഷിച്ചത്? ഇവിടെ ഉണ്ടായ വാതകത്തെ എങ്ങനെ തിരിച്ചറിയാം? ഈ ഒരു വാതകത്തെ തിരിച്ചറിയാനായിട്ട് കത്തിച്ച തീപ്പെട്ടിക്കോൽ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കൊണ്ടുവന്നാൽ വാതകം ടപ്പ് എന്ന ശബ്ദത്തോടെ കത്തുന്നുണ്ട്. അപ്പോൾ ഈ വാതകം ഏതായിരിക്കും? അവിടെ ഹൈഡ്രജൻ ആണല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ മെഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാവുന്നത്. ഇതെങ്ങനെയാണ് മനസ്സിലാക്കിയത്? നമുക്കറിയാം അല്ലേ, ഹൈഡ്രജന് സ്വയം കത്തുന്ന മൂലകമാണല്ലേ ഹൈഡ്രജൻ. ഈ ഒരു പ്രവർത്തന ഫലമായി ഉണ്ടായ ഹൈഡ്രജനോടൊപ്പം താപവും പുറത്തു വരുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ് ഈ ഒരു പ്രവർത്തനത്തിലെ അഭികാരകങ്ങൾ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം റിയാക്ടൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളാണ് അല്ലേ. അതായത് ഇവിടെ മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് റിയാക്ടൻസ് അല്ലെങ്കിൽ അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ ഉണ്ടായ ഉൽപ്പന്നങ്ങൾ? ഹൈഡ്രജനും അതുപോലെ താപവും ആണ് അല്ലേ. ഇനി ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റീൽ കപ്പിൽ നീറ്റുകൾക്ക് എടുക്കുക, അതിലേക്ക് അല്പം ജലം ചേർക്കുക. കുറച്ച് സമയത്തിന് ശേഷം കപ്പ് സ്പർശിച്ചു നോക്കൂ. എന്താണ് അനുഭവപ്പെടുന്നത്? അവിടെ താപം ഉണ്ടാവും അല്ലേ, ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ നീറ്റുകക്കയും ജലവും തമ്മിലുള്ള രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ചുണ്ണാമ്പാണ് രൂപപ്പെടുന്നത്. ചുണ്ണാമ്പിനോടൊപ്പം താപവും വരുന്നുണ്ട്. ഇതിന് കാരണം എന്താണ്? ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായി താപം പുറത്തു വിടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളാണ് താപമോചക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി താപം പുറത്തുവിടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെയാണ് താപമോചക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. താപം പുറത്തുവിടുന്ന ഒരു രാസപ്രവർത്തനത്തെ എന്താണ് പറയുന്നത്? എക്സോതെർമിക് റിയാക്ഷൻ അല്ലെങ്കിൽ താപമോചക പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് നന്നായിട്ട് ചൂടാക്കുക. ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്ത് എരിയുന്നൊരു ചന്ദനത്തിരി കാണിച്ചു നോക്കൂ. എന്താണ് നിരീക്ഷിച്ചത്? അവിടെ എന്താണ്? ആ ചന്ദനത്തിരി കത്താൻ തുടങ്ങുകയാണ് അല്ലേ? ഇവിടെ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? നമുക്കറിയാം കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ് അല്ലേ കത്താൻ സഹായിക്കുന്ന വാതകം. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ച് ഓക്സിജൻ വാതകമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു സ്വയം കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതുപോലെ എന്താണ്? കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കാൻ എന്ത് ഊർജ്ജമാണ് നമ്മൾ ഉപയോഗിച്ചത്? താപോർജ്ജമാണ് അല്ലേ? ഈ പ്രവർത്തനത്തിൽ താപോർജ്ജം യൂസ് ചെയ്താണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റിയത്. ഇനി ഇവിടെ ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം അമോണിയം ക്ലോറൈഡ് എടുക്കുക. അതിലേക്ക് അല്പം ബേരിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കുക. വാച്ച് ഗ്ലാസിൻ്റെ അടിഭാഗം തൊട്ട് നോക്കൂ. അപ്പോൾ അവിടെ തണുപ്പായിരിക്കും അല്ലേ? ഇവിടെ താപോർജ്ജം എന്താണ്? ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാസപ്രവർത്തനങ്ങളിൽ താപോർജ്ജം ആഗിരണം ചെയ്യപ്പെടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളാണ് താപാകിരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ രാസപ്രവർത്തനങ്ങളിൽ താപോർജ്ജം ആഗിരണം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെയാണ് താപാകിരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. ഈ എക്സോതെർമിക്കും എൻഡോതെർമിക്കും മാറിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇവിടെ 2 കള്ളികളിലായിട്ട് താപമോചക പ്രവർത്തനങ്ങളും അതുപോലെ താപാകിരണ പ്രവർത്തനങ്ങളുടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. താപമോചക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും തമ്മിലുള്ള പ്രവർത്തനം എന്താണ്? താപമോചക പ്രവർത്തനമാണ്. അതുപോലെ മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം. പിന്നെന്താണ്? ഏതൊക്കെയാണ് താപാകിരണ പ്രവർത്തനങ്ങൾ? പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ വിഘടനം, അതുപോലെ അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള പ്രവർത്തനം. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പോയിന്റാണ് താപരാസ പ്രവർത്തനങ്ങൾ. താപോർജ്ജം പുറത്തു വിടുന്നതോ ആഗിരണം ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനങ്ങൾ പൊതുവായിട്ട് താപരാസ പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ താപോർജ്ജം പുറത്തു വിടുന്നതോ അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനങ്ങൾ എന്താണ്? പൊതുവായിട്ട് താപരാസ പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് താപാകിരണ രാസപ്രവർത്തനം അതുപോലെ താപമോചക രാസപ്രവർത്തനത്തിനെയും പൊതുവായിട്ട് പറയുന്നത് താപരാസ പ്രവർത്തനങ്ങൾ എന്നാണ് കേട്ടോ. അടുത്ത ഹെഡിങ് ആണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം സിൽവർ നൈട്രേറ്റ് ലായനി എടുത്ത് അതിലേക്ക് സോഡിയം ക്ലോറൈഡ് ലായനി ചേർക്കുക. ഉണ്ടാകുന്ന ഉൽപ്പന്നം 2 കഷ്ണം പഞ്ഞിയിൽ മുക്കി ഒന്ന് കറുത്ത കടലാസിൽ പൊതിഞ്ഞും മറ്റേത് തുറന്നു വെക്കുക. അല്പസമയത്തിനു ശേഷം നിങ്ങളുടെ നിരീക്ഷണം രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്? ഈ ഒരു രാസപ്രവർത്തനത്തിലെ അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും ആണ് അല്ലേ? ഇവ തമ്മിൽ പ്രവർത്തിച്ചിട്ട് സിൽവർ ക്ലോറൈഡ് ആണ് അവിടെ ഉണ്ടാകുന്നത്. എന്നാൽ സിൽവർ ക്ലോറൈഡ് പ്രകാശം ആഗിരണം ചെയ്ത് വിഘടിച്ച് സിൽവർ ഉണ്ടാകുന്നതാണെന്ത്? തുറന്നു വെച്ച പഞ്ഞി കറുത്തു പോകാനുള്ള കാരണം. അടുത്തത് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ആണ്. എന്താണ് പ്രകാശ സംശ്ലേഷണം? നമുക്കറിയാം സസ്യങ്ങൾ എന്താണ്? സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ട് അന്നജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണല്ലേ ഈ ഒരു പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ. ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഉണ്ടാവുന്നത്? ഗ്ലൂക്കോസും ഓക്സിജനും ആണല്ലേ. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലൂക്കോസ് ആണ് അന്നജമായി മാറി സസ്യഭാഗങ്ങളിൽ ശേഖരിക്കപ്പെടുന്നത്. അപ്പോൾ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ കാരണമാകുന്ന പ്രവർത്തനമാണ് ഈ ഒരു പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇവിടെ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഗ്ലൂക്കോസും അന്നജുമാണ് കേട്ടോ. എന്തൊക്കെയാണ് ഇവിടെയുള്ള അഭികാരകങ്ങൾ? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് ഇവിടെയുള്ള അഭികാരകങ്ങൾ. എന്താണ് ഉൽപ്പന്നങ്ങൾ? എന്താണ്? ഓക്സിജനും അതുപോലെ തന്നെ ഗ്ലൂക്കോസുമാണ് ഉൽപ്പന്നങ്ങൾ. ഇനി ഈ ഒരു പ്രകാശ സംശ്ലേഷണത്തിൽ ഏത് ഊർജ്ജ രൂപമാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്? പ്രകാശോർജ്ജമാണ് അല്ലേ. ഈ ഒരു പ്രക്രിയയിൽ പ്രകാശോർജ്ജം രാസോർജ്ജമായിട്ടാണ് മാറുന്നത്. അപ്പോൾ പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനമാണെന്ത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ. ഇനി പ്രകാശം പുറത്തു വിടുന്ന രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മിന്നാമിനുങ്ങ് മിന്നുന്നത് കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് ഇതിൻ്റെ പ്രകാശം പുറത്തു വിടുന്നത്? മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫറസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ ലൂസിഫറിൻ എന്ന രാസവസ്തു അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ദൃശ്യപ്രകാശം പുറത്തുവിടുന്നു. ഈ ഒരു പ്രതിഭാസമാണ് ജൈവദീപ്തി എന്ന് അറിയപ്പെടുന്നത്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫറസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ
ലൂസിഫറിൻ എന്ന രാസവസ്തു അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ദൃശ്യപ്രകാശം പുറത്തുവിടുന്നു. ഈ പ്രതിഭാസമാണ് ജൈവദീപ്തി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഓക്സിജന്റെ അളവ് നിയന്ത്രിച്ച് പ്രകാശ തീവ്രത വ്യത്യാസപ്പെടുത്താൻ മിന്നാമിനുങ്ങിന് കഴിയും. അപ്പോൾ ചിലയിനം കടൽ ജീവികൾക്കും അതുപോലെ പുഴുക്കളും ജൈവദീപ്തി പ്രദർശിപ്പിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൽ എന്താണ്, പ്രകാശോർജ്ജം പുറത്തു വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. ഇതുപോലെ പ്രകാശം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ഒക്കെ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. ഇവിടെ എന്താണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത്? ഡ്രൈസെല്ലിന്റെ ചിത്രമാണല്ലേ തന്നിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് ഡ്രൈസെല്ലിന്റെ ഭാഗങ്ങൾ എന്ന് നോക്കാം. എന്തൊക്കെ ഉണ്ടാവും? ഇൻസുലേഷൻ, അതുപോലെ അമോണിയം ക്ലോറൈഡ് പേസ്റ്റ് ഉണ്ടാവും, പിന്നെ സിങ്ക് പാത്രം അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനൽ അല്ലേ, പിന്നെ പോസിറ്റീവ് ടെർമിനൽ മുകളിലാണല്ലേ ഉള്ളത്. അതുപോലെ കാർബൺ ദണ്ട്, പിന്നെ എന്താണ് മാംഗനീസ് ഡൈ ഓക്സൈഡ്, അതുപോലെ കാർബൺ പൊടി. ഇത്രയൊക്കെയാണ് ഒരു ട്രൈസെല്ലിന്റെ ഭാഗങ്ങൾ കേട്ടോ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യേ. ട്രൈസെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തന ഫലമായാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ട്രൈസെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തന ഫലമായാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ട്രൈസെല്ലിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. അപ്പോൾ എന്ത് രാസപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്? രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടാണ് മാറുന്നത് കേട്ടോ. ഇനി ഇവിടെ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ബീക്കറിൽ ഗാഢ ഉപ്പ് ലായനി അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എടുക്കുക. അതിൽ 3-4 തുള്ളി ഫിനോഫ്തലിൻ ചേർക്കുക. ഒരു ബാറ്ററിയുടെ ഇരു ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ചെമ്പ് കമ്പികളുടെ അഗ്രങ്ങൾ ലായനിയിൽ മുക്കിവെക്കുക. അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിങ്ക് നിറം സൂചിപ്പിക്കുന്നത് എന്തിന്റെ സാന്നിധ്യതയാണ്? സോഡിയം ക്ലോറൈഡ് ലായനിക്ക് വിഘടനം സംഭവിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ബേസ് കൂടി ഉൽപ്പന്നമായി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഉൽപ്പന്നം ബേസ് ആയതുകൊണ്ടാണ് ഇവിടെ പിങ്ക് നിറം വരുന്നത്. ഇവിടെ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്താണ് രാസപ്രവർത്തനം നടന്നത് കേട്ടോ. ഇനി വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാവുന്ന രാസപ്രവർത്തനം വൈദ്യുത വിശ്ലേഷണം എന്നറിയപ്പെടുന്നു. അപ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനത്തെ എന്താണ്? വൈദ്യുത വിശ്ലേഷണം എന്നാണ് പറയുന്നത്. ഇനി അല്പം ആസിഡ് ചേർത്ത ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിക്കുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആസിഡ് ചേർത്ത ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിക്കുന്നുണ്ട്. ജലം നമുക്കറിയാം H2O അല്ലേ. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിക്കുന്നുണ്ട് അതിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ. ഇവിടെ എന്താണ്? വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്താണ് ജലം വിഘടിക്കുന്നത്. അതായത് ഇതൊരു വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനമാണ്. അപ്പോൾ എന്താണ്? ഇതൊരു വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനമാണ്. ഇത് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് എന്താണ് ജലത്തിനെ ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് വിഘടിക്കുന്ന പ്രക്രിയ ഒരു വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് നടക്കാറുണ്ട്. അതായത് സ്വർണം പൂശിയ ആഭരണങ്ങൾ, സ്പൂണുകൾ, വെള്ളി പൂശിയ അലങ്കാര വസ്തുക്കൾ തുടങ്ങിയവയൊക്കെ കണ്ടിട്ടില്ലേ? ഇവയൊക്കെ നിർമ്മിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇനി ഇവിടെ എന്താണ്? ഒരു ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്നൊരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഇലക്ട്രോഡാണല്ലേ കൊടുത്തിട്ടുള്ളത്. അതിലെന്താണ്? കോപ്പർ സൾഫേറ്റ് ലായനിയാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് ഇരുമ്പ് വളയും അതുപോലെ ഒരു ഭാഗത്ത് ചെമ്പ് തകിടുമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വളക്ക് മുകളിൽ ചെമ്പിൻ്റെ ഒരു ചുവപ്പ് നിറം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ചെമ്പിന് പകരം വെള്ളിയാണ് പൂശേണ്ടതെങ്കിൽ ഏത് ലോഹത്തകിടാണ് പോസിറ്റീവ് ടെർമിനലായിട്ട് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ പൂശേണ്ട ലോഹത്തിന്റെ തകിടാണ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിക്കേണ്ടത്. അപ്പോൾ ഏത് ലോഹമാണോ പൂശേണ്ടത് ആ തകിടാണ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിക്കേണ്ടത്. ഇനി തന്നെ എന്താണ്? അതേ ലോഹത്തിന്റെ ഒരു ലവണം ജലത്തിൽ ലയിപ്പിച്ച ലായനിയും ഉപയോഗിക്കണം. അപ്പോൾ അതേ ലോഹത്തിന്റെ ഒരു ലവണം ജലത്തിൽ ലയിപ്പിച്ച ലായനിയും ഉപയോഗിക്കണം. ഇവിടെ കോപ്പർ സൾഫേറ്റ് ആണല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇരുമ്പ് വളയിൽ വെള്ളിയാണ് പൂശേണ്ടതെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് വെള്ളിത്തകിട് ഘടിപ്പിച്ച് സിൽവർ സയനൈഡിന്റെയും സോഡിയം സയനൈഡിന്റെയും ലായനികളുടെ മിശ്രിതമാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി സ്വർണ്ണമാണ് പൂശേണ്ടതെങ്കിൽ സ്വർണ്ണത്തകിട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് ബന്ധിപ്പിക്കുകയും അതുപോലെ ഗോൾഡ് സയനൈഡിന്റെയും സോഡിയം സയനൈഡിന്റെയും ലായനി ഉപയോഗിക്കുകയും വേണം. അപ്പോൾ ഏത് ലോഹമാണോ പൂശേണ്ടത് അതാണ് പോസിറ്റീവ് ടെർമിനലിൽ കൊടുക്കേണ്ടത് കേട്ടോ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു പോയിന്റ്, വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കൾക്ക് മുകളിൽ മറ്റു ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് വൈദ്യുത ലേപനം എന്നറിയപ്പെടുന്നത്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കൾക്ക് മുകളിൽ മറ്റു ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനത്തെയാണ് വൈദ്യുത ലേപനം എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി ചെറുനാരങ്ങ കൊണ്ടൊരു ബാറ്ററി ഇതെങ്ങനെയാണ്? ചിത്രത്തിൽ കാണുന്നത് പോലെ ചെറുനാരങ്ങകളിൽ സിങ്ക്, കോപ്പർ ആണികൾ ക്രമീകരിച്ച് അവയെ ചെമ്പ് കമ്പികൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. ഇവ ഒരു LED യുമായും ബന്ധിപ്പിക്കുക.
ഈ ഒരു പ്രവർത്തനത്തിൽ LED പ്രകാശിക്കുന്നുണ്ട് അല്ലേ. ഇതെന്താണ്? ഇതിന്റെ വൈദ്യുത സ്രോതസ് ഏതാണ്? വൈദ്യുതോർജ്ജത്തിന്റെ സ്രോതസ് ഏതാണ്? ഇവിടെ ചെറുനാരങ്ങയിലെ ആസിഡും ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പൊ ചെറുനാരങ്ങയിലെ ആസിഡ് ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇവിടെ. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ താപരാസപ്രവർത്തനങ്ങൾ അല്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. ഇനി ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഓരോ രാസപ്രവർത്തനവും അതിൽ നടക്കുന്ന പ്രധാന ഊർജ്ജമാറ്റമാണ്. പദാർത്ഥങ്ങളുടെ ജ്വലനം, അവിടെ എന്താണ് ഊർജ്ജമാറ്റം? താപം പുറത്തു വിടുകയാണ് അല്ലേ ജ്വലനത്തിൽ ചെയ്യുന്നത്. അതുപോലെ പദാർത്ഥങ്ങളുടെ ചൂടേറ്റുള്ള വിഘടനം, താപം ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞു ജൈവദീപ്തി അല്ലേ, മിന്നാമിനുങ്ങിൻ്റെ കേസിലൊക്കെ അപ്പോൾ പ്രകാശം പുറത്തു വിടുന്നുണ്ട്, ആ ഒരു ഊർജ്ജമാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ചെറുനാരങ്ങ കൊണ്ടുള്ള സെൽ എന്താണ്? വൈദ്യുതി പുറത്തു വിടുന്നുണ്ട് അല്ലേ. അതുപോലെ സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം വൈദ്യുതി ആഗിരണം ചെയ്തിട്ടാണ് ഈ ഒരു പിന്നെ വൈദ്യുതി വിശ്ലേഷണം നടക്കുന്നത്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അറിയാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കട്ടോ. Okay friends, thank you.